ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നവാബി ഷമാവിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അൺബൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നവാബി ഷമാവി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയാൽ ഇതിലേക്ക് നമുക്ക് സേമിയന ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്തെടുത്തിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഈ വറുക്കാത്ത സേമിയനായാലും കുഴപ്പമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ നീളത്തിലുള്ള സേമിയനല്ലേ, അതായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് സേമിയനായാലും നമുക്കിതിലേക്ക് ഇങ്ങനെ പൊടിച്ചിങ്ങനെ ചേർക്കാം. നന്നായിട്ട് ഇതൊന്നും കൂടി വറുത്തെടുക്കണം കേട്ടോ. നമ്മളിത് വേറെ കുക്ക് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ 400 ഗ്രാം സേമിയനാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് 400 ഗ്രാം. അത് ഇതിലിട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് തീ ലോ ഫ്ലെയിമിൽ ഇടാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സേമിയനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലിടുന്ന അളവുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാൻ നോക്കണേ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ് എന്നുള്ള അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ, പൊടിച്ചും കണ്ട് തന്നെ ചേർക്കാൻ നോക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയി കാണിക്കാൻ. അപ്പോൾ അതും കൂടി സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് അടച്ചും കണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇത്രയും മതിയാകും. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കണ്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അത് ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 700 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാലൊന്ന് ചൂടാകുന്ന ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ നോക്കട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് കേട്ടോ 1/4 കപ്പ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കണ്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണ്ട. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 200 ഗ്രാം കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് ചേർത്താൽ നല്ലപോലെ മിക്സ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോ കോൺഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലിന് ടൈമിൽ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കട്ട കട്ടാല സാധ്യത ഉണ്ടാകുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പരിവം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ വരുമ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നവാബി ഷമാവി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രീമിൻ്റെ മുകളിൽ ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നവാബി ഷമാവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടി പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അനബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.